പ്രിയമുള്ളവരെ, ഇപ്പോൾ കാലിക പ്രസക്തിയോടെ വളരെ ഗൗരവമായി ചർച്ച ചെയ്യുന്ന ഒന്നാണ് നിറവുമായി ബന്ധപ്പെട്ട പ്രശ്നം. നിറം എന്ന് പറയുമ്പോൾ രണ്ട് നിറത്തിനേ പ്രസക്തിയുള്ളൂ, കറുപ്പും വെളുപ്പും. വെളുപ്പിൻ്റെ ആരാധകരായി മാറുക, കറുപ്പിനെ വിദ്വേഷത്തോടു കൂടി കാണുക. നമുക്കറിയാം കറുപ്പാണ് യാഥാർത്ഥ്യം. സൂര്യൻ ഉദിക്കുന്നില്ല എന്ന് വിചാരിച്ചാൽ ഈ സൗരയൂഥം മുഴുവൻ കറുപ്പാണ്. ഒരു ദിവസം സൂര്യൻ ഉദിക്കുന്നില്ലെന്ന് പണി മുടക്കുക, എന്താ സ്ഥിതി? കറുപ്പാണ്. സൂര്യൻ ഉദിക്കുന്നേ ഇല്ലെന്ന് വെച്ചാലോ എല്ലാ കാലഘട്ടത്തിലും കറുപ്പാണ്. അപ്പോൾ കറുപ്പാണ് യാഥാർത്ഥ്യം. ആ കറുപ്പിനെ വെറുക്കേണ്ടതുണ്ടോ എന്നത് ഗൗരവമായി കാണേണ്ട പ്രശ്നമാണ്. എന്തുകൊണ്ടോ നമ്മുടെ സമൂഹത്തിൽ മാനവരാശിക്കിടയിൽ അങ്ങനെ കറുപ്പിനെ വെറുക്കുന്നൊരു സംസ്കാരം എങ്ങനെയോ ചിട്ടപ്പെട്ടു വന്നു. അത് എങ്ങനെ രൂപപ്പെട്ടു എന്നതിനെക്കുറിച്ച് നമ്മൾ ഗവേഷണം ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമുക്കറിയാം, സത്യഭാമ എന്ന് പറയുന്ന നർത്തകി വളരെ ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടി പറയുകയാണ്, സത്യഭാമ ഒരനുഗ്രഹീത കലാകാരിയാണ്. ഒരു തർക്കവും വേണ്ട. സത്യഭാമയ്ക്ക് ഇപ്രകാരം അഭിപ്രായ പ്രകടനം നടത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട്. പക്ഷേ സത്യഭാമയെ സത്യഭാമയായി നാം ഒക്കെ അറിയപ്പെടുന്നത് കലാമണ്ഡലം സത്യഭാമ എന്നാണ്. കലാമണ്ഡലത്തിനൊരു ചരിത്രമുണ്ട്, അതിനൊരു സംസ്കാരമുണ്ട്. അതിൻ്റെ പിന്നിൽ പണിയെടുത്ത വിയർപ്പൊഴുക്കിയ ഒരു വലിയ മഹാകവിയുണ്ട് കേരളത്തിൽ. ആ മഹാകവി രൂപപ്പെടുത്തിയ ചില സംസ്കാരം വള്ളത്തോൾ എന്ന് പറയുന്ന ആധുനിക കവിത്രയങ്ങളിലൊരാൾ. അദ്ദേഹം പൊരുതിയിരുന്നത് ജാതീയതയ്ക്കെതിരെ, വിഭാഗീയതയ്ക്കെതിരെ, കറുപ്പിനോടുള്ള വെറുപ്പിനെതിരെ അതിശക്തമായി പൊരുതിയ ഒരു മഹാകവിയാണ് വള്ളത്തോൾ. ആ വള്ളത്തോളിനാൽ ജന്മം കൊള്ളപ്പെട്ട ഒരു മഹത്തായ പ്രസ്ഥാനമാണ് കലാമണ്ഡലം. ആയിരക്കണക്കിന് കലാപ്രതിഭകളെ സൃഷ്ടിച്ചുവിട്ട, ഇപ്പോഴും അത് ചെയ്യുന്ന കലാമണ്ഡലം. ആ കലാമണ്ഡലം എന്ന വിശേഷണം സത്യഭാമ എടുത്തു മാറ്റിയിട്ട് സത്യഭാമ കറുപ്പിനെയോ വെറുപ്പിനെയോ എന്തിനെ വേണേലും ആരാധിച്ചോട്ടെ, വെളുപ്പിനെ ആരാധിച്ചോട്ടെ, നമുക്കെന്ത് നഷ്ടം? ആ പേരെടുത്ത് മാറണമെന്ന് മാത്രമേ എനിക്ക് അഭിപ്രായമുള്ളൂ. മറ്റൊന്നുകൂടി ഞാൻ സത്യഭാമയെ അഭിനന്ദിക്കുന്നൊരു കാര്യമുണ്ട്. ചാനലുകൾ ആകെ വളഞ്ഞിട്ട് കൊത്തി ആക്രമിക്കുന്ന സന്ദർഭത്തിലും അതിനെ തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കാനുള്ള ആർജവം കാണിച്ച ആ ശേഷി, സത്യഭാമയുടെ ആ ശേഷിയെ നാം അംഗീകരിക്കേണ്ടതുണ്ട്. ഒരു സ്ത്രീയാണ്. ആ സ്ത്രീ ഒരു ഘട്ടത്തിൽ പോലും അവരുടെ ആ ഉറച്ച നിലപാടിൽ നിന്ന് അവർ മാറിയില്ല എന്ന കാര്യം അവരോട് ഒത്തിരി ബഹുമാനവും ആദരവും എന്നെപ്പോലുള്ളവർക്ക് തോന്നിയതാണ്. പക്ഷെ അവർ പറഞ്ഞ ആശയം അതൊരു സത്യഭാമയുടെ പ്രശ്നമല്ല, അതൊരു കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ്, അതൊരു സംസ്കാരത്തിൻ്റെ പ്രശ്നമാണ്, അതൊരു വ്യക്തിയുടെ പ്രശ്നമല്ല. ഇത് ഈ സത്യഭാമയിൽ എങ്ങനെ കടന്നുകൂടി? സത്യഭാമയ്ക്കൊരു വ്യക്തിയോടുള്ള വിദ്വേഷമല്ല. സത്യഭാമ പറഞ്ഞ ആശയം ഒന്ന് ആലോചിച്ച് നോക്കിയേ. സത്യഭാമ പറഞ്ഞത് മോഹിനിയാട്ടം എങ്ങനെയാണ് മോഹിനി രൂപപ്പെട്ടത്? നമുക്കറിയാം. അവിടെ കാളകൂട വിഷമത്തിൻ്റെ വരവും ഒക്കെ തന്നെ നമുക്കറിയാം. അതെല്ലാം അനുഭവിച്ച നമുക്ക് പരാഴിമഥനവുമായി ബന്ധപ്പെട്ടതാണ്. അവിടെ അസുരന്മാരെ മോഹിപ്പിക്കാൻ, താരതമ്യേന കറമ്പന്മാരായ അസുരന്മാരെ വ്യാമോഹിപ്പിക്കാൻ അതീവ സൗന്ദര്യത്തോടു കൂടിയാണ് മഹാവിഷ്ണു മോഹിനിയുടെ അവതാരം രൂപപ്പെടുന്നത്. ആ അവതാരം ഇങ്ങനെ ഇപ്രകാരം അവരെ വ്യാമോഹിപ്പിച്ചു. ഉദ്ദേശം എന്തായിരുന്നോ ലക്ഷ്യം സാധിച്ചു. അത് കഴിഞ്ഞ് ഇപ്രകാരമായിരുന്നു കാര്യങ്ങളെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം പരമശിവന് തോന്നുകയാണ് ആ മോഹിനിയെ ഒന്ന് കാണണം. ആ മോഹിനി രൂപം പരമശിവൻ്റെ ആഗ്രഹത്തോടു കൂടി മഹാദേവൻ അതൊന്ന് കാണുകയാണ്. കാണാൻ ആവശ്യപ്പെടുന്നു, കാണുന്നു. കണ്ടപ്പോൾ അതിൽ ആകൃഷ്ടനായി. അവിടെ നമ്മൾ കാണണം, അതിൽ പരമശിവനാണ്. പരമശിവൻ അതിൽ ആകൃഷ്ടനായി, ആവേശഭരിതനായി. പരമശിവൻ നമുക്ക് മോഹിനിയിൽ പ്രാപിക്കുകയാണ്. മോഹിനിയെ പ്രാപിച്ചപ്പോൾ ഒരു കാര്യം നാം തിരിച്ചറിയണം, മോഹിനിയുടെ കൺസെൻറ്റോടുകൂടി തന്നെയാണ്. മോഹിനി ഒഴിഞ്ഞു മാറിയില്ല. മോഹിനിയുടെ കൺസെൻറ്റോടുകൂടിയാണ് പരമശിവൻ മോഹിനിയെ പ്രാപിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മഹാവിഷ്ണുവിനും കറുപ്പിനോട് വെറുപ്പില്ല. ശിവൻ കറമ്പനാണ്,
പുലിത്തോലൊടുക്കുന്നവനാണ്, കാളപ്പുറത്ത് സഞ്ചരിക്കുന്നവനാണ്, ചുടലഭസ്മം ധരിക്കുന്നവനാണ്, ചുടലക്കാട്ടിൽ കഴിയുന്നവനാണ്, ക്ഷിപ്രകോപിയാണ്, ക്ഷിപ്രപ്രസാദിയാണ്. പക്ഷേ ആ പരമശിവനെ തൽക്കാലത്തേക്കെങ്കിലും അവരുടെ ആ പ്രാപിക്കലിന് വേണ്ടി തയ്യാറാവുന്ന കാര്യത്തിൽ മഹാവിഷ്ണുവിന് യാതൊരു വിദ്വേഷവും ഉണ്ടായില്ല, വെറുപ്പും ഉണ്ടായില്ല. എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവും ഈ വെളുപ്പിൻ്റെ വക്താവല്ല, വെളുപ്പിൻ്റെ പ്രതീകമായിട്ടല്ല. മഹാവിഷ്ണുവും കറുപ്പിനെ വെറുക്കുന്നില്ല. ഇത് നാം തിരിച്ചറിയണം. ഞാൻ സൂചിപ്പിച്ചു വരുന്നത് അവിടെ കറുപ്പിനല്ല പ്രസക്തി, അത് അംഗീകരിക്കുന്നു. പക്ഷേ മറ്റുള്ളവരെ മോഹിപ്പിക്കാൻ വരെ തൻ്റെ സൗന്ദര്യവും തൻ്റെ നൃത്തവും ഒക്കെ കാണിച്ച് മറ്റുള്ളവരെ മോഹിപ്പിക്കാൻ വരുന്നയാൾ ഇന്ന രൂപത്തിൽ വേണം എന്ന് സത്യഭാമ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സത്യഭാമയുടെ കാഴ്ചപ്പാടാ. സത്യഭാമയിൽ അത് എങ്ങനെ കടന്നുകൂടി? നമ്മുടെ നാട്ടിൽ ഇന്നും നമുക്ക് ഏറ്റവും നമ്മുടെ നാട് ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ പറയുന്ന നമ്മുടെ ഈ സംസ്ഥാനത്തായാലും നമ്മുടെ പുകൾപെറ്റ നമ്മുടെ ഭാരതത്തിൽ ഭാരത സംസ്കാരത്തിൻ്റെ പേരിൽ പുകൾപെറ്റ നാടാണ് നമ്മൾ. പക്ഷേ ഇവിടെ ചരിത്രത്തിൻ്റെ ഏതോ ഗതിയിൽ വന്ന് പതിച്ചതാണ്, നമുക്ക് വന്ന നമ്മളെ അഗാധ ഗർത്തത്തിലേക്ക് ഈ നാടിനെ കൊണ്ടെത്തിച്ചതാണ് ജാതി എന്ന് പറയുന്ന മഹാവിപത്ത്. ജാതി എന്ന് പറയുന്ന മഹാവിപത്തും ആ സങ്കല്പവുമാണ് യഥാർത്ഥത്തിൽ കറുപ്പ് വെളുപ്പ് സംസ്കാരം നമ്മുടെ ഭാരതത്തിൽ രൂപപ്പെടുന്നത്. ലോകത്തിലുമുണ്ട്. പാശ്ചാത്യ നാടുകളിലായാൽ അമേരിക്കയിലായാൽ ഇവിടെയൊക്കെ കണ്ടാൽ നമുക്കറിയാം, അവിടെയെല്ലാം ഈ അപ്പാർത്തൈഡിൻ്റെ പ്രശ്നം, കറുപ്പിൻ്റെ പ്രശ്നം, വെളുപ്പിൻ്റെ പ്രശ്നം അവിടെ എല്ലാം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ മാനവരാശിയിൽ ആകെ നിലനിൽക്കുന്ന ഒന്നാണ് ഈ കറുപ്പിനോടുള്ള വെറുപ്പ്. അത് എന്തുകൊണ്ട് രൂപപ്പെട്ടു, എങ്ങനെ രൂപപ്പെട്ടു, അതിന് യാതൊരു ശാസ്ത്രീയതയുമില്ല. ഇതിനാകെയുള്ള പരിഹാരം എന്ന് പറയുന്നത് ശാസ്ത്രത്തെ ഉയർത്തിപ്പിടിക്കണം. ഈ കാലഘട്ടത്തിൽ നാം തിരിച്ചറിയണം, ശാസ്ത്രത്തിൻ്റെ എല്ലാ നേട്ടങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുള്ള മുഴുവൻ വിവരങ്ങളും ശേഖരിക്കാൻ കഴിയുന്ന രൂപത്തിൽ, വിവരങ്ങൾ നൽകാൻ കഴിയുന്ന രൂപത്തിൽ ആധുനികമായ കണ്ടുപിടുത്തം എന്ന് പറയാൻ കഴിയുന്ന മൊബൈൽ ഫോൺ കയ്യിലെടുത്തുകൊണ്ട് ആ കയ്യിൽ വെച്ചുകൊണ്ടാണ് പറയുന്നത്. അത് ശാസ്ത്രത്തിൻ്റെ ഗുണം അനുഭവിക്കുക. ശാസ്ത്രത്തിൻ്റെ ഗുണം അനുഭവിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് വാഹനത്തിൽ എത്തിച്ചേരാൻ വാഹനം ഉപയോഗിക്കുന്നു. ശാസ്ത്രത്തിൻ്റെ നേട്ടങ്ങളാണ്. നമ്മുടെ ഭക്ഷണ കാര്യങ്ങൾക്കായാൽ ജീവിത കാര്യങ്ങൾക്കായാൽ മുഴുവൻ കാര്യങ്ങൾക്കും ഈ ശാസ്ത്രത്തെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, ശാസ്ത്രമല്ല വലുത്, വിശ്വാസമാണ് വലുത് എന്ന് പറയുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. അവിടെയാണ് പ്രശ്നം. വിശ്വാസമാണോ? വിശ്വാസത്തിന് എന്താ അടിത്തറ? വിശ്വാസത്തിനല്ല പ്രാധാന്യം വരേണ്ടത്. അവിടെ പ്രാധാന്യം എന്തിനാണ് വരേണ്ടത്? പ്രാധാന്യം വരേണ്ടത് ശാസ്ത്രത്തിനാണ്. ഇത് ശാസ്ത്രയുഗത്തിലാണ് നാം ജീവിക്കുന്നത്. ശാസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംസ്കാരമാണ് ചിട്ടപ്പെടുത്തി വരേണ്ടത്. പിന്നെ ദൈവവിശ്വാസവും മതവിശ്വാസവും ഉണ്ടെങ്കിൽ ആ വിശ്വാസത്തിൻ്റെ ഭാഗത്ത് പോട്ടെ, അത് ആ വിശ്വാസം കാത്തു സൂക്ഷിക്കട്ടെ, അവരത് സംരക്ഷിക്കട്ടെ, അതിൻ്റെ വക്താക്കളായി മാറട്ടെ, അതിനൊന്നും നമുക്ക് തെറ്റില്ല. പക്ഷേ എന്തിനും മീതെ നമ്മൾ കാണേണ്ടത് എന്താണ്? ശാസ്ത്രത്തെ കാണേണ്ടതുണ്ട്. ശാസ്ത്രമാണ് ഇന്ന് മനുഷ്യനെ ഈ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത്. കാളവണ്ടി യുഗത്തിൽ നിന്ന് ഇന്ന് നെപ്റ്റ്യൂണിലും പ്ലൂട്ടോയിലേക്കും വരെ പോകുന്ന അവസ്ഥയിലേക്ക് മനുഷ്യൻ വളർന്നു വന്നത്, ശാസ്ത്രം പുരോഗമിച്ചത്. ഇന്ന് നമുക്കറിയാം, നമ്മുടെ മോളിക്കുലർ ക്യാബ് വരെയാണ് നമ്മുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത്. ഒരു രോഗം വന്നാൽ എനിക്ക് വിശ്വാസമാണ് വലുതെന്ന് പറഞ്ഞ് വിശ്വാസത്തിൻ്റെ പുറകെ നിൽക്കുന്ന എത്ര പേര് ഈ രാജ്യത്തുണ്ട്, നമ്മുടെ നാട്ടിലുണ്ടെന്ന് ആലോചിക്കുക. അപ്പോഴെന്താണ്? ശാസ്ത്രത്തിൻ്റെ നേട്ടങ്ങളായി ഉൾക്കൊള്ളുന്ന ഹോസ്പിറ്റലുകളിലേക്ക്, ഡോക്ടർമാരുടെ അടുത്തേക്ക് അഭയം പ്രാപിക്കും. നമ്മുടെ ആയുസ് നീട്ടിക്കിട്ടാൻ, അസുഖം മാറിക്കിട്ടാൻ, അവർ ആരോഗ്യവാന്മാരായി തിരിച്ചു വരാൻ. അപ്പോൾ തീർച്ചയായും പ്രായോഗിക തലത്തിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന ശാസ്ത്രത്തിനോടുള്ള വിശ്വാസം അത് കാണണം. ആ ശാസ്ത്രീയ കാഴ്ചപ്പാട്, അതിൻ്റെ കുറവ് നമ്മുടെ സമൂഹത്തിലാകെ നിലനിൽക്കുന്നത് കൊണ്ടാണ്. ആ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് സത്യഭാമയെപ്പോലുള്ള പ്രശസ്തയായ നർത്തകിക്ക്, പ്രശസ്തയായ മലയാള മങ്കയ്ക്ക് ഇത്തരത്തിലൊരു അഭിപ്രായ പ്രകടനം നടത്തേണ്ടി വന്നത്. ആ വ്യക്തിയുടെ മാത്രം കുറവല്ല, അത് കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ്. അത് എൻ്റെയും നിങ്ങളുടെയും നമ്മുടെ സമൂഹത്തിൻ്റെ ആകെ പ്രശ്നമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ആ കാഴ്ചപ്പാടിനെ മാറ്റിയെടുക്കാനുള്ള ശ്രമം നമ്മളാകെ നടത്തണം. ഒരാളിനെ ഒറ്റതിരിഞ്ഞ് വേട്ടയാടണം. അവിടെ ആ സത്യഭാമയുടെ കാഴ്ചപ്പാടിനോട് 100% ഞാൻ വിയോജിക്കുന്നയാളാണ്. അത് വിയോജിച്ചുകൊണ്ട് തന്നെ പറയുന്നു, അവരെ ഒറ്റതിരിഞ്ഞ് വേട്ടയാടുന്ന സമീപനം അത് തെറ്റാണ്, അത് തിരുത്തണം എന്ന് മാത്രമല്ല, ചാനലുകാരെല്ലാം ആ ഒരു സ്ത്രീയുടെ മേൽ ഈ കാര്യങ്ങൾ ചോദിച്ച് പറയുന്നത്, ചാനലുകാരെടുക്കുന്ന നിലപാട് ശരിയാണ്, സത്യഭാമയുടെ നിലപാട് തെറ്റുമാണ്. പക്ഷേ എങ്കിലും അവരെ ഒരു വേട്ടയാടൽ രൂപത്തിലാണ് അവരെ സമീപിക്കുന്നതായിട്ട് എനിക്കത് ബോധ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. പാടില്ല. എല്ലായിടത്തും ക്യൂ ആണ്. എങ്കിലെന്താ, ഈ ചാനലുകാർക്കും ക്യൂ കൊടുത്താലെന്താ?
ഓരോരുത്തർ ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ, അല്ലെങ്കിൽ ഒരു വിടവ് കൊടുക്കട്ടെ. ഇതെല്ലാവരും കൂടെ നാനാഭാഗത്തു നിന്ന് ആക്രമിക്കുന്ന സമീപനവും തിരുത്തപ്പെടേണ്ടതാണ്. ഈ കറുപ്പിനോടുള്ള വെറുപ്പ് മാറേണ്ടതാണ് എന്ന് പറയുന്ന പോലെ തന്നെ ഈ കാഴ്ചപ്പാട് തിരുത്തേണ്ടതാണെന്ന് പറയുന്നത് പോലെ തന്നെ ആ സ്ത്രീയോട് കാണിച്ച ഈ സമീപനം അതും തിരുത്തേണ്ടതാണ് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഞാൻ അഡ്വക്കേറ്റ് കെ എൻ മോഹൻദാസ്.